യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കുന്ന കപ്പിളാണ് മീരയും അർജുനും. പ്രാങ്ക് വീഡിയോസും വ്ളോഗും ചെയ്ത് അവർ വലിയ ഫോളോവിംഗ് നേടിയിട്ടുണ്ട്. ആ വരുമാനത്തിലാണ് അവരുടെ ജീവിതം മുഴുവൻ നടക്കുന്നത്. പക്ഷെ ഒരു ദിവസം അവരുടെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് ഡിലീറ്റ് ആവുന്നു. വരുമാനം മുഴുവൻ നിൽക്കുകയും ലോൺ അടയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്യുന്നു. അങ്ങനെ സാമ്പത്തികമായി തകർന്ന സമയത്താണ് ഒരു അജ്ഞാത കോൾ വരുന്നത്. ഒരു ഗെയിം കളിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ കോടികൾ സമ്പാദിക്കാമെന്ന്. ആദ്യം സംശയമുണ്ടായിരുന്നെങ്കിലും പണത്തിനുള്ള ആവശ്യകത കാരണം അവർ ആ ഗെയിമിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ ചെറിയ ടാസ്കുകൾ, കുട്ടികൾ കളിക്കുന്നത് പോലെയുള്ള ഗെയിംസ് എളുപ്പത്തിൽ അവർ പണം നേടുന്നു. ഇതോടെ അവർക്ക് ആത്മവിശ്വാസം കൂടുന്നു. എന്നാൽ പതിയെ പതിയെ ടാസ്കുകൾ മാറി തുടങ്ങുന്നു. അവർക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഗെയിം മുന്നോട്ട് പോകുന്നത്. ഒരാൾ ജയിച്ചാൽ മറ്റേയാളെ തോൽപ്പിക്കണം. മറ്റൊരു ഗെയിമിൽ കള്ളം പറയുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഈ ഗെയിം അവരുടെ ബന്ധത്തെ തകർക്കാൻ തുടങ്ങുന്നു. ഒരു ഗെയിമിന്റെ ഭാഗമായി മീരയുടെ ജീവിതത്തിലെ ഒരു വലിയ രഹസ്യം പുറത്തു വരുന്നു. അവൾ മുൻപൊരിക്കൽ അബോർഷൻ ചെയ്തിരുന്നു. അർജുൻ അറിയില്ലായിരുന്നു അത്. അതേസമയം മീരയുടെ മുൻ പ്രണയം തകർക്കാൻ കാരണം അർജുനാണെന്ന് സത്യവും പുറത്തു വരുന്നു. അങ്ങനെ അവർക്കുള്ളിൽ വിശ്വാസമില്ലാതാവുകയും സ്നേഹം വെറുപ്പായി മാറുകയും ചെയ്യുന്നു. ഗെയിം അതിനുശേഷം കൂടുതൽ ക്രൂരമാകുന്നു. അവരുടെ ജീവിതത്തിൽ അരുൾ എന്നൊരു ബന്ധവും എത്തുന്നു. അവനും ഈ ഗെയിമിന്റെ ഭാഗമാണെന്ന് പിന്നീട് അവർ മനസ്സിലാക്കുന്നു. ടാസ്കുകളുടെ ഭാഗമായി അവർ അരുളിനെ വഞ്ചിക്കുകയും അവന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ പണം ആവശ്യമായ അവസ്ഥയിലും ഗെയിമിന്റെ നിയമങ്ങൾ കാരണം അവർക്ക് അവനെ സഹായിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ സമ്മർദ്ദവും നിരാശയും സഹിക്കാനാവാതെ അരുൾ അവരുടെ മുന്നിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നു. ആ സംഭവത്തോടെ അവർക്ക് സത്യം മനസ്സിലാകുന്നു. ഇതൊരു ഗെയിമല്ല, മനുഷ്യരുടെ വികാരങ്ങളും ബന്ധങ്ങളും ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ക്രൂര വിനോദമാണെന്ന്. അവസാനം അവർ ഗെയിം ജയിച്ച് കോടികൾ നേടുന്നു. പക്ഷെ അതുവരെ അവരുടെ ബന്ധം പൂർണ്ണമായും തകരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് ആവുന്നില്ല. അവസാനം അവർ ഡിവോഴ്സ് ചെയ്യുന്നു.